എന്ന് നേരത്തെ പറഞ്ഞ കാര്യം, അതിൻ്റെ ഇടയിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊന്നും ഈ അന്നിന് ബന്ധമില്ല. ഇവിടെ വീണ്ടും നമ്മൾ ലോകാവസാന ദിനത്തിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്, ഖിയാമത്ത് നാളിലേക്ക് പോവുകയാണ്. അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായവയായിരിക്കും, അവയുടെ രക്ഷിതാവിനെ നോക്കിക്കാണുന്നവയുമായിരിക്കും. ഏവയുടെ രക്ഷിതാവ്? പ്രസന്നമായ മുഖത്തോടു കൂടിയുള്ള നന്മ ചെയ്ത ആൾക്കാർ അന്ന് രക്ഷിതാവിനെ കാണും എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ നേരിട്ട് കാണും എന്നാണ് ഇവിടെ പറയുന്നത് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. പക്ഷേ ഖുർആനെ വ്യാഖ്യാനിച്ച പലരും അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ തന്നെയുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ അർത്ഥം മാറ്റി വ്യാഖ്യാനിച്ചതായിട്ടും ഇവിടെ പറയുന്നുണ്ട്. സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായതാണ് അള്ളാഹുവിനെ ദർശിക്കുക എന്നത്. അത് പരിശുദ്ധ ഖുർആൻ കൊണ്ടും പ്രബലങ്ങളായ പല നബിവചനങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. മുഅ്തസിലി വിഭാഗക്കാരെ പോലെയുള്ള ചില യുക്തിവാദികൾ തങ്ങളുടെ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദർശനത്തെ നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ട് അതു സംബന്ധിച്ചു വന്ന തെളിവുകളെയെല്ലാം അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയോ തള്ളിക്കളയുകയോ ചെയ്തിരിക്കുന്നു. പക്ഷേ സഹാബികൾ, താബിഉകൾ, ഇമാമുകൾ എന്ന് വേണ്ട മുസ്ലിം സമുദായം പൊതുവിൽ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ് ഇത്. അപ്പോൾ അള്ളാഹുവിനെ കാണുമോ കാണൂലേ എന്നുള്ളത് മുസ്ലിം തത്വചിന്തകർക്കിടയിൽ എല്ലാ കാലത്തും ഒരു തർക്ക വിഷയമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അള്ളാഹു എല്ലാ കാര്യങ്ങളും വ്യക്തമായി വിശദീകരിച്ച് തരികയും ക്രോഡീകരിച്ച് തരികയും ലളിതമാക്കി മനസ്സിലാക്കി തരികയും ഒക്കെ ചെയ്ത ഖുർആനിൽ ഇന്നും തർക്കം തീരാത്ത വിഷയങ്ങളുണ്ട് എന്നർത്ഥം. ഇനി തുടരുന്നു. അന്ന് മറ്റു ചില മുഖങ്ങൾ ചുളുങ്ങിയവയായിരിക്കും, അവയെക്കൊണ്ട് വല്ല അത്യാപത്തും ചെയ്യപ്പെടുമെന്ന് അവ ഉറപ്പായി ധരിക്കുന്നതുമാണ്. ഈ അവ എന്നുള്ള പ്രയോഗമൊക്കെ ഭാഷാപരമായിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് പൊരുത്തമില്ലാത്ത പ്രയോഗങ്ങളാണ്. അവ കൊണ്ട് വല്ല അത്യാപത്തും ചെയ്യപ്പെടുമെന്ന് അവ ഉറപ്പായി ധരിക്കുന്നതുമാണ്. എന്താണ് എന്നൊന്നും വ്യക്തമല്ല. ഏതായാലും ലോകാവസാന നാളിൽ ഈ മുഖം ചുളിയുന്ന ആളുകൾ എന്ന് പറയുന്നത് തിന്മ ചെയ്ത ആൾക്കാരാണ്, അവരെ നരകത്തിലിടുന്ന കാര്യമാണ് എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്.